മിഥുൻ ഒന്ന് തുടരുക. ഇപ്പോൾ റാന്നി MLA മാധ്യമങ്ങളെ കാണുകയാണ്. മഴ കുറയുക, മലയോര പ്രദേശങ്ങളിലെ മഴ കുറയുക, ഈ രണ്ട് അനുകൂല സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഒരു ഭീതിയാകുന്നു എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയൂ. ഇപ്പോൾ അവിടുത്തെ പെയ്ത്ത് വെള്ളം ഇവിടെ എത്തണമെങ്കിൽ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ അത്രയും സമയം ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റാന്നി ഇട്ടിയപ്പാറ ടൗണിലും അതുപോലെ റാന്നിയുടെ സമീപ പ്രദേശത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ്. എല്ലാ പ്രദേശങ്ങളിലും ആൾക്കാർ ഭീതിയിലാണ്. ഏറെ ആൾക്കാരെ ഒഴിപ്പിക്കാൻ സാധിച്ചു. പശുക്കൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ പല സ്ഥലത്തും ഒഴിപ്പിക്കാൻ സാധിച്ചു. ബഹുമാന്യ ജില്ലാ കളക്ടർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രാവിലെ മുതൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം വളരെ അലർട്ടാണ്. വെളുപ്പിന് 4 മണി മുതൽ ഞങ്ങളെല്ലാം ഇതിലുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഭീതി അകന്നിട്ടില്ല. ഈ മഴ ഇപ്പോഴും മഴയുടെ അന്തരീക്ഷമുണ്ട്. ഇവിടെ ഇപ്പോൾ ഒന്ന് തോർന്നു നിൽക്കുന്നതേ ഉള്ളൂ. മലയോര പ്രദേശത്തെ മഴ കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ആശ്വസിക്കാൻ കഴിയൂ. ഇനിയിപ്പോൾ ഈ റാന്നി ടൗൺ കഴിഞ്ഞ് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള പെയ്ത്തുള്ള ഇപ്പം അയിരൂർ, ചെറുകോൽപ്പുഴ അവിടെയൊക്കെ വെള്ളം ഏറിക്കൊണ്ടിരിക്കുകയാണ്. കടകളിലേക്ക് വെള്ളം കയറുമെന്നുള്ളൊരു ഭീതിയുണ്ട്. അപ്പം മഴ ഇനിയും തുടർന്നാൽ ആ ഭീതി അതേപോലെ നിലനിൽക്കും. ഇട്ടിയപ്പാറ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും താഴത്തെ നിലയിൽ വെള്ളം കയറി. സാധനങ്ങൾ അവിടെ മാറ്റിയെടുക്കാൻ ഞങ്ങൾ വളരെ ഭഗീരഥ പ്രയത്നം നടത്തി. കനത്ത മഴ തുടരും, എല്ലാ മുന്നൊരുക്കങ്ങളും തയ്യാറായി എന്നാണ് ഇപ്പോൾ റാന്നി MLA മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. എന്തായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. 4 ജീവനുകളാണ് കാലവർഷക്കെടുതിയിൽ പൊടിഞ്ഞത്. നിരവധിയിടങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും നേരിടുകയാണ്. റാന്നി പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. സംസ്ഥാനം പ്രളയ സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പമ്പയും മണിമലയാറും മീനച്ചിലാറും ഒക്കെ കരകവിഞ്ഞൊഴുകുകയാണ്. കോഴിക്കോട് കൂടരഞ്ഞി ഉറുമിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരവും ഈ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനം മറ്റൊരു പ്രളയഭീതിയിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന ആശങ്കയിലാണ്. മഴ വാർത്തയുടെ ഏറ്റവും പുതിയ പ്രധാന വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളായ സുബിൻ തോമസ്, മിഥുൻ മുരളി, ഗോകുൽ രമേശ്, അരുൺ കൊടുങ്ങൂർ, എസ് ശാലിനി, രമ്യാദാസ്, ബീന റാണി, അരുൺ കൊടുങ്ങൂർ എന്നിവർ സംസ്ഥാനത്തിലുടനീളമുള്ള പല ജില്ലകളിൽ നിന്നായി ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ പോകേണ്ടത് സുബിനിലേക്കാണ്, ഇടുക്കിയിലേക്കാണ് പോകേണ്ടത്. സുബിൻ, ഒരു മരണം കൂടി ഇടുക്കിയിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് വാഗമണ്ണിൽ. എങ്ങനെയാണ് ഇടുക്കിയിൽ നിലവിലെ മഴ സാഹചര്യം? നമുക്ക് ഇടുക്കിയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് കോട്ടയത്തേക്കൊന്ന് പോകാം. കോട്ടയത്ത് ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുനെ, മഴ ഇപ്പോഴും തുടരുകയാണോ? രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അവിടെ പൂഞ്ഞാറിലടക്കം വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായല്ലോ. എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്? അശ്വതി, പയ്യനാപ്പാടിയിലാണ്. പയ്യനാത്തോട്ടത്തിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ മണിക്കൂറുകളായി തുടരുകയാണ്. റജീന കാണാതായ വീട്ടമ്മയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഈ മണിക്കൂറുകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റജീനയുടെ മകൻ 18 വയസ്സുള്ള ജോസഫിനെ അല്പസമയം മുമ്പ്, 1 മണിക്കൂർ മുമ്പ് മൃതദേഹം ലഭിച്ചിരുന്നു. റജീനയെ കണ്ടെത്തുന്നതിനുള്ള തീവ്രമായിട്ടുള്ള ശ്രമമാണ്, തിരച്ചിലാണ് ഈ മണിക്കൂറുകളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം തീർത്തും ദുർഘരം എന്ന് തന്നെ പറയാവുന്ന സ്ഥിതിവിശേഷമാണ്. ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി ആകെ മാറിപ്പോയ സാഹചര്യത്തിലേക്ക് സ്ഥിതിവിശേഷം മാറിയിരിക്കുന്നു. ഈ മണ്ണ് ഒലിച്ചിറങ്ങി മണ്ണ് പൂർണ്ണമായും പൂണ്ടുപോകുന്ന, കാൽപാദവും ഈ വാഹനങ്ങളുടെ ടയർ അടക്കം മണ്ണിൽ പൂണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇവിടുത്തെ ഭൂപ്രകൃതി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി ഉണ്ടായ ഉരുൾപൊട്ടൽ, ശക്തമായ മഴയാണ് ഈ പ്രദേശത്ത് പെയ്തത്. ഉരുൾപൊട്ടൽ അർദ്ധരാത്രി ഉണ്ടാകുന്നു. ഈ പ്രദേശത്തുണ്ടായിരുന്ന വീട്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശത്തായിരുന്നു വീട് ഉണ്ടായിരുന്നത്. വീട്ടിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. ജോസഫിനും അമ്മ റജീനയും. 2 പേരും വീടിന് ഉള്ളിൽ കുടുങ്ങിപ്പോവുകയും രാവിലെ ജോസഫിന്റെ മൃതദേഹം ലഭിക്കുകയും, തീവ്രമായ തെരച്ചിലിനൊടുവിൽ ജോസഫിന്റെ മൃതദേഹം ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഈ പ്രദേശത്ത് വീട് മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയത് കൊണ്ട് തന്നെ കോൺക്രീറ്റ് വീടാണ്. വാർക്ക വീടിന് മുകളിലേക്ക് മണ്ണ് പതിച്ച് വീട് പൂർണ്ണമായും മണ്ണിൽ പതിഞ്ഞുപോയ സ്ഥിതിയായിരുന്നു. തുടർന്ന് ഇപ്പോൾ ഈ കോൺക്രീറ്റ് പാളികളടക്കം നീക്കം ചെയ്തുകൊണ്ട് മണ്ണിനടിയിൽ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ, 3 മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് ദീർഘമായിട്ടുള്ള സമയമെടുത്തുള്ള തിരച്ചിലാണ് ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നാട്ടുകാരുടെയും എല്ലാം നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തായിരുന്നു വീട് ഉണ്ടായിരുന്നത്. വീട് പൂർണ്ണമായും നിലം പതിച്ചു പോയി എന്നുള്ള ഒരു അവസ്ഥയാണ്. കോൺക്രീറ്റ് വീടായിരുന്നു. കോൺക്രീറ്റ് പാളികൾ ഈ മണ്ണിനടിയിൽ ഉണ്ട്. മണ്ണിനടിയിലുള്ള കോൺക്രീറ്റ് പാളികൾ വെട്ടിമുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കോൺക്രീറ്റ് കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മഴയുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലായിടത്തും ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തി പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർമാരുടെ യോഗമൊക്കെ വിളിച്ചിട്ടില്ലേ? ജില്ലയിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി 11 മണിക്ക് ജില്ലാ കളക്ടേഴ്സിൻ്റെ ഒരു യോഗം വിളിച്ച് ഓൺലൈൻ മീറ്റിംഗ് ഇന്ന് ചേരുന്നുണ്ട്. എല്ലാ ജില്ലകളിലും എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിനും കൂടുതൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിനും
വേണ്ടിയുള്ള യോഗമാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. തൊട്ടടുത്ത മണിക്കൂറുകളിൽ വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ ഉണ്ടാവുക എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അപ്പം വടക്കൻ ജില്ലകളിലെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് മഴ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അത്തരം ജില്ലകളിൽ നമുക്ക് പ്രത്യേക മുന്നൊരുക്കം നടത്താനുള്ള നിർദ്ദേശം ഇതിന് നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും മണ്ണിടിഞ്ഞും അതോടൊപ്പം തന്നെ മരങ്ങൾ വീണിട്ടും ഒക്കെ റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും എല്ലാ ജില്ലാ കളക്ടർമാരും ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ഒരിക്കലും റോഡ് തടസ്സമുണ്ടാവരുത്. അത് നമ്മുടെ സുരക്ഷാ പ്രവർത്തനങ്ങൾ ബാധിക്കും. അതുകൊണ്ട് റോഡിലെ തടസ്സം നീക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീർച്ചയായും അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് 5 ദിവസം കൂടി ഇത്തരത്തിൽ ഒരു ശക്തമായ മഴ ഉണ്ടാകും എന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുണ്ട്. അത്തരത്തിൽ കൃത്യമായി തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. ക്യാമറമാൻ പ്രശോഭ് കുറ്റിയിലിനൊപ്പം ശിവദാസ് കന്മനം, ജനം. എന്തായാലും ഇപ്പോൾ മന്ത്രി AP അനിൽകുമാറാണ് ജനം TV-യോട് പ്രതികരിച്ചത്. ഒരു അടിയന്തര യോഗം, ഈ സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്താനുള്ള ഒരു അടിയന്തര യോഗം റവന്യൂ മന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഉടൻ തന്നെ ചേരും. മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്ന കാര്യത്തിലടക്കം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മഴ പ്രവചനാതീതം ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഒരു പ്രളയഭീതിയിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ നമുക്ക് പല ഘട്ടങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം വലിയ രീതിയിൽ നിർത്താതെ മഴ പെയ്യുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ മഴ നാശം വിതച്ചിരിക്കുന്നത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ്. പല വീടുകളിലും ആളുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അപ്രതീക്ഷിത മഴയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിരിക്കുന്നത്